മറ്റന്നാൾ രാവിലെ നടക്കുന്ന ഫൈനലിൽ ഒരു ഡോഡിഗ്രോസും അതിന് പാസ് കൊടുക്കൂല. അർജന്റീന എന്താണെന്ന് കൊളംബിയ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അർജന്റീന ഈ ട്രോഫികളൊക്കെ നേടിക്കൊടുക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത്. ചെങ്ങമരെ ജൂലൈ 14 നമ്മുടെ കോപ്പ അമേരിക്ക ഫൈനൽ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശകലനങ്ങൾ, കളിയെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ പറയാൻ എൻ്റെ കൂടെ ഫുട്ബോൾ വിശകലന വിദഗ്ധൻ, നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സുബൈർ വായക്കാട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഫുട്ബോൾ വിശകലന വിദഗ്ധനായിട്ടുള്ള നമ്മുടെ സുബൈർ വായക്കാടാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൊളംബിയക്കാരനായിട്ടുള്ള ഫ്രണ്ടും ജോയിൻ. നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ ശംസുദ്ദീൻ അല്ലേ? അൽവാസി തന്നെയാണ് അല്ലേ? അപ്പം നമ്മളിന്നാ ഒരു തലക്കെന്ന് ഇങ്ങോട്ട് തുടങ്ങല്ലേ. എന്തായിരിക്കും നമ്മുടെ കോപ്പ അമേരിക്ക ഫൈനല് ജൂലൈ 14 5:30 ഇന്ത്യൻ ടൈം 5:30 നടക്കാൻ പോവാണ്, തിങ്കളാഴ്ച. അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് ടീം തന്നെയാണ് ഈ മത്സരം. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 2-1 അടിച്ചു കഴിഞ്ഞാൽ അവരൊരു പൂട്ടും ചെയ്യും, പൂട്ടാൻ നിൽക്കും. നമ്മുടെ കാണാൻ പോണ പോരല്ല, നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അതെ അതെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മൾ അർജന്റീനയുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യം? ലൈനപ്പ് 4-3-2 ആയിരിക്കും. 4 ഡിഫൻസിൽ 4 സാധ്യത. അങ്ങനെ 2 ഫോർവേഡ് ഉണ്ടാവും. അപ്പൊ മരിയന്റെ അവസാന ഒരു രാജ്യാന്തര മത്സരമാണല്ലോ നടക്കാൻ പോകുന്നത്. മരിയഞ്ഞ് ഉണ്ടാവില്ല എന്ന് കേൾക്കണേ. അപ്പൊ മരിയക്ക് ഒരു ട്രോഫി നേടിക്കൊടുക്കുക അർജന്റീന മൊത്തം ടീം ഒന്നായിട്ട് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേൾഡ് കപ്പിൽ മെസ്സിക്ക് നേടിക്കൊടുക്കുക, ലോകകപ്പ് നേടിക്കൊടുക്കുക അർജന്റീന കളിക്കാർ സഹായിച്ചല്ലോ. അതേമാതിരി മരിയക്ക് ഒരു കിരീടം നേടിക്കൊടുത്ത് വിരമിപ്പിക്കുക എന്നാണ് ഇപ്പൊ മെസ്സിയുടെ വാർത്ത നമ്മളടുത്ത് പറയുണ്ടായി. അപ്പോൾ ആ മത്സരം എന്ന് പറഞ്ഞാൽ കൊളംബിയ നല്ല ടീമാണ്. ഇപ്പം പറഞ്ഞ മാതിരി നല്ല ടീം, എല്ലാവർക്കും നല്ല ടീമാന്ന് പറയുന്നത്. 28 മത്സരം എന്താ പരാജയം അറിയാതെ വരുന്ന ടീമാണ് കൊളംബിയ എന്ന് പറയുന്നത്. ശരി, അത് ഇവർ ലോകകപ്പ് യോഗ്യത കൊണ്ട് തമ്മിൽ മുട്ടനാണ്, നാട്ടുകെട്ട് മുട്ടൻ രാജ്യങ്ങളാണ്. ഓൽക്ക് ഓല പിന്നെ ശക്തിയൊക്കെ അർജന്റീനക്ക് അറിയാൻ സാധിക്കും. ഓല വൻകരയിൽ മുട്ടുന്ന ടീമാണ് കൊളംബിയ റോഡിഗ്രസ് ഒക്കെ നല്ല ഫോമിലാണ്. അപ്പൊ എല്ലാം അർജന്റീന എതിരുള്ള ഫാൻസുകാരൊക്കെ ഒന്നിച്ചിന്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചിനി. അപ്പൊ അതേമാതിരി എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാവരും ഒന്നിച്ചു. അപ്പൊ നമുക്ക് കാണാൻ പോണ പൂരാണ്. അതായത് അർജന്റീന എതിരാളികളൊക്കെ ഉണ്ടല്ലോ, ഏത് ടീം ഇപ്പൊ മുന്നേറിക്കണ ഓരോ വിധത്തിലാണ് കൂടാണ്. അപ്പൊ കൊളംബിയ ശക്തരാണെന്ന് ഒരു പറയുന്നതാണ്, ശക്തരാണ്. എന്നാലും മെസ്സി പറഞ്ഞ് 28 മത്സരം പെടാത്ത കൊളംബിയ ഫൈനൽ ഗതി മാറും എന്നുള്ള മെസ്സിനെ പറഞ്ഞു. ഫൈനലിൽ നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന പിന്നെ ഒരൊറ്റ മത്സരത്തിലാണ് പതറിയത്. ആ ബ്രസീലുമായിട്ടുള്ള 2019 അതിനുശേഷം നോക്കൌട്ട് മത്സരം അർജന്റീന തോറ്റിട്ടില്ല. അപ്പോൾ അർജന്റീന ഖത്തർ ലോകകപ്പിലെ യഥാർത്ഥ ഫോമിലല്ലെങ്കിലും ഈ ഫൈനൽ മത്സരത്തിൽ അർജന്റീന ഫോമിലെത്തുന്നുള്ളത് ഉറപ്പാണ്. ഏഞ്ചൽ ഡിമരിയുടെ അവസാന മത്സരമാണ്, ഇന്റർനാഷണൽ മത്സരം അവസാന മത്സരമാണ്. അപ്പൊ ആ രീതിയിൽ എന്തായിരിക്കും നമ്മളെ ടീം? അതെ, ആ സ്ഥിതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മരിയന്റെ അവസാനം ഒരു ട്രോഫി അർജന്റീനക്ക് വേണ്ടിയിട്ട് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഗോൾ വിജയിപ്പിച്ച ആളാണ് ഏഞ്ചൽ ഡി മരിയ. കഷ്ടപ്പെടേണ്ടി വരും ഒരു കപ്പ് അടിക്കണമെങ്കിൽ. അങ്ങനെ മുന്നിൽ മുട്ട് മടക്കേണ്ടി വരും മെസ്സി. കാണാൻ പോകുന്ന പോരല്ലേ ഇവര് മാത്രമല്ല എല്ലാവരും. കാരണം അർജന്റീന എന്താണെന്ന് എപ്പോൾ വിരമിക്കുന്ന സമയം ലോകകപ്പിന്റെ യഥാർത്ഥ ഒരു ഈ കോപ്പ അമേരിക്കയുടെ ഫൈനൽ യഥാർത്ഥ ഒരു ഫൈനലിലാണ് അർജന്റീന ലോകം കാണാൻ പോവാണ് ഈ അർജന്റീന എന്താണെന്ന്. കാരണം അർജന്റീന യഥാർത്ഥ ഒരു പെർഫോമൻസിന് ഉയരാൻ കഴിഞ്ഞില്ല ലോകകപ്പിന്റെ. പക്ഷെ ഈ പ്രാവശ്യം കൊളംബിയ 28 മത്സരം പരാജയപ്പെടാത്ത കൊളംബിയനെ ഈ അമേരിക്ക വെച്ചിട്ട് ഫൈനലിൽ അർജന്റീന കീഴ്പ്പെടുത്തിയിരിക്കും. കാരണം അർജന്റീന നോക്കൌട്ട് മത്സരത്തിൽ പതറി ചരിത്രം 13 മത്സരത്തിൽ 12 ജയിച്ചതാണ്. അപ്പോൾ നോക്കൌട്ട് മത്സരത്തിൽ എങ്ങനെ കളിക്കണം, എങ്ങനെ സമ്മർദ്ദമില്ലാതെ കളിക്കണം എന്നുള്ള സ്കെലോണി എന്ന് പറഞ്ഞ കോച്ച് ടീമിനെ വാർത്തെടുത്തുന്നു. അത് മാത്രമല്ല ഏഞ്ചൽ ഡി മരിയ, മെസ്സി, ജൂനിയർ ആൽവാരസ് ഇവരായിരിക്കും ഫോർവേഡിൽ. കാനഡയ്ക്കെതിരെ ലൈനപ്പിനായിരിക്കും. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കൊളംബിയനെ എന്താണെന്ന് അറിയോ? കൊളംബിയ കൗണ്ടർ അറ്റാക്കിന്റെ വിദഗ്ധരാണ്. കൗണ്ടർ അറ്റാക്കിംഗ് നടത്തും കൊളംബിയനെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ അറ്റാക്കിംഗ് ആണ് ഒരു ഗോളൊക്കെ ഉണ്ട്. അപ്പോൾ അർജന്റീനക്ക് സ്കെലോണിക്ക് അറിയാം പോലെ കൗണ്ടർ അറ്റാക്കിംഗ് തടയാനും ഡിഫൻസ് പിടിക്കാനും 4 ഡിഫൻസ്
ഡിഫൻസ് എന്തായാലും ഡിഫൻസിൽ അർജന്റീന ഡിഫൻസ് കളിക്കാരുണ്ടാവും. അവരുടെ ശക്തമായ ഒരു മധ്യനിര മാറ്റം വരുത്തും. ശക്തമായ പോരാട്ടത്തിൽ കൊളംബിയ ഒന്നും ഉണ്ടാവില്ല. കളി തുടങ്ങുമ്പോൾ എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ ഫൈനലിൽ, ആ എക്സ്ട്രാ ടൈം മാണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ടൈം ബേക്കറിൽ പോയി കഴിഞ്ഞാലും ഗോളി എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ അർജന്റീന ഒരു രക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചൊരു പേടിയുണ്ട്, ചെറുതായിട്ട് ഓരോ ടീമിന്റെ കളിന്റെ ശൈലി അങ്ങനെ എടുക്കാൻ നമ്മൾ പറയണല്ലോ, പേടിച്ചിട്ട് പറയല്ല. ഈ കൗണ്ടർ അറ്റാക്കിന്റെ വിദഗ്ധനാണ് കൊളംബിയ. ഈ ഡിഫൻസ് തകർന്ന സമയത്ത് അർജന്റീന കയറി കളിക്കുന്ന സമയത്ത് കൗണ്ടർ എടുത്തു. ആ കൗണ്ടർ മത്സരത്തിൽ കൊളംബിയ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊളംബിയയുടെ ഹാമിസ് റോഡ്രിഗസ് അസിസ്റ്റിലുണ്ടല്ലോ നമ്മൾ മെസ്സിയെക്കാളും മുന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഓനെ പൂട്ടാനൊരു പണി ഏർപ്പെടുത്തേണ്ടി വരും. റോഡ്രിഗസ് അസിസ്റ്റ് കൊടുത്തൊക്കെ ശരിയാ. പക്ഷേ ഇത് മറ്റന്നാളെ രാവിലെ നടക്കുന്ന ഫൈനലിൽ ഒരു റോഡ്രിഗസും അതിന് പാസ് കൊടുക്കൂല. അർജന്റീന എന്താണെന്ന് കൊളംബിയ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആരായിരിക്കും നമ്മളെ ഡിഫൻസിൽ? മൊളീന, റോമർസ്, മൊളീന ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയിരിക്കില്ല. ഡിസാൻഡ്രോ മർട്ടിനസ് ആയിരിക്കും. അവിടെ റൊമാറോ ഉണ്ടാവും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ടാഗ്ലിയാഫിക് ആയിരിക്കും. അതെ, ടാഗ്ലിയാഫിക് വരാൻ സാധ്യതയുണ്ട്. മൊളീന ഒരു ഭാഗത്തുണ്ടാവും. പിന്നെ മുന്നേറ്റത്തിന്റെ നമുക്ക് അൽവാരസ് ഉണ്ടാവും, അതുപോലെ തന്നെ മെസ്സി. ഫോർവേഡിൽ ജൂനിയർ അൽവാരസ് ആയിരിക്കും, മെസ്സി ആയിരിക്കും, ഏഞ്ചൽ ഡി മരിയ ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫിലായിരിക്കും ലൗതാറോ മാർട്ടിനസ് വരല്. ജൂനിയർ അൽവാരസ് ആയിരിക്കും. ഏതായാലും നല്ല കടുത്ത മത്സരം ഉണ്ടാവുന്നുള്ളൂ. ബ്രസീലിന്റെ ആൾക്കാരും ബ്രസീലിന്റെ എതിരാളികൾക്ക് കടുത്ത മത്സരമാണ് പറയുന്നത്. ഇന്നെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഫാൻസിന്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത പോരാട്ടം ഉണ്ടാവില്ല. കൊളംബിയന് സിമ്പിൾ ആയിട്ട് അർജന്റീന പൊട്ടിച്ചിരിക്കും. അതായത് വിജയ ശതമാനം എന്ന് പറയുന്നത് അർജന്റീനക്ക് 45%, കൊളംബിയക്ക് 22%. അത്രേ ഉള്ളൂ. അതായത് വിജയ ശതമാനം കൂടുതൽ അർജന്റീന ടൈം ബേക്കറിൽ എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ കളിക്ക്. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിലും എന്റെ അഭിപ്രായം എക്സ്ട്രാ ടൈം മുമ്പ് തന്നെ പരാജയപ്പെടുത്തു. ഇനി വന്നാലും അർജന്റീനക്ക് ജയിച്ചിരിക്കും. കൊളംബിയ എന്ന് പറഞ്ഞാൽ 28 മത്സരം ജയിച്ചാൽ 28 മത്സരം ജയിച്ചു വരുന്ന ടീമായിട്ട് കൊളംബിയ കണ്ടില്ല. ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മറ്റന്നാൾ രാവിലെ. അർജന്റീന കൊളംബിയ എന്താണെന്ന് നമുക്ക് കാണാം. കൊളംബിയ അർജന്റീനക്ക് എതിരാളികളായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഫൈനലിൽ ഒരൊറ്റ ഗോൾ മെസ്സിക്ക് ഇടാൻ കഴിയില്ല. അത് അവിടെ എഴുതി വെച്ചു. മെസ്സി ഫൈനലിൽ ഗോൾ ഇട്ടോ ഇല്ലെന്നല്ല, ടീമിന്റെ വർക്കിൽ 6 ഗോൾ ഇട്ടാലും മതി. 6 ഗോൾ പാസ് ചെയ്തിട്ട് ജൂനിയർ ആൽവാരസ് ഇട്ടാലും മതി, മരിയ ഇട്ടാലും മതി, ലൗതാറോ മാർട്ടിനസ് ഇട്ടാലും മതി. കാരണം അല്ലെങ്കിൽ നമ്മളെ പോർച്ചുഗലിന്റെ ഗതിയാവും. പോർച്ചുഗൽ കണ്ടില്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിക്ക് എടുക്കാൻ പോയപ്പോ ഈ സൗദി അറേബ്യയോട് അപ്രത്യക്ഷമായി തോറ്റ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ കോച്ചാണ് ലേല സ്കലോണി. അപ്പൊ സ്കലോണി എന്ന് പറഞ്ഞ കോച്ച് അർജന്റീനക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പൊ ആ കോച്ചിക്ക് അറിയാം ഏത് തന്ത്രം. കൊളംബിയ 28 മത്സരം പരാജയപ്പെടാത്ത കൊളംബിയനെ അന്ന് കൊളംബിയ അർജന്റീനക്ക് എതിരാളികളെ അല്ല. ഫസ്റ്റ് ഹാഫ് തന്നെ ലീഡ് അതാണ് ബ്രസീലുകാരെ മാത്രമല്ല ഇപ്പൊ അർജന്റീന എല്ലാ ഫാൻസിന്റെ ആൾക്കാരും അന്ന് കൊളംബിയയുടെ കൂടെയാണ്. കൊളംബിയ വലിയ ടീമാണ്, വലിയ ആനയാണ്. കളിക്കാർക്ക് അറിയോ കൊളംബിയ അർജന്റീന ടീം ഒന്നാണോ? ഈ പാറിനോട് വിദ്യകളല്ലാത്ത നമ്മളെ അതുപോലെ തന്നെ കൊർഡോബറിനെ കളിക്കാനും കുഴപ്പമില്ല കേട്ടോ. നമ്മളെ കൊളംബിയയിലുള്ള തന്നെ കൊളംബിയയുടെ അർജന്റീനയിൽ നെസ്റ്റൻ ലോറൻസോ എന്ന് പറഞ്ഞ കോച്ചാണ് കൊളംബിയന്റെ കോച്ച്. നെസ്റ്റൻ കെവിൻ മായർ ഉണ്ട്, സാഞ്ചസ് ഉണ്ട്, ജാൻ ലൂബി സുമി ഉണ്ട്, റോഡിഗ്രസ് ഉണ്ട്, മീന ഉണ്ട്. ഒരു ശക്തമായ ടീമാണ്. ഡയസ് മുനോസ് സസ്പെൻഡ് ഡയസ് നല്ല അടിക്കാനാണ്. അതുപോലെ പിന്നെ ജാൻഡു സുമി ഉള്ള ശക്തമായ ടീമാണ്. റോഡിഗ്രസും നല്ല ഫോമിലാണ്. എന്നാലും എന്റെ അഭിപ്രായത്തിൽ അർജന്റീനക്ക് കൊളംബിയ എതിരാളികളെ അല്ല, ഒന്നുമല്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടല്ലോ നമുക്ക് കോപ്പ അമേരിക്കയും അതുപോലെ 2 കിടിലൻ മത്സരങ്ങളാണ് നടക്കാൻ പോണത്. ഒരു സൈഡിൽ തന്നെ യൂറോ കപ്പും നടക്കുന്നുണ്ട്. അതായത് സ്പെയിൻ വേഴ്സസ്
അല്ല ഇംഗ്ലണ്ട് സ്പെയിനെതിരായിട്ട് ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്. അതും ഒരു കിടിലൻ കളിയാണ്. അതുപോലെ സ്പെയിനിൽ ഒരു പുതിയൊരു താരോദയം വന്നിട്ടുണ്ട്. അതെ, ഒരു ഗോൾഡൻ ബോയ് നല്ല 16 വയസ്സായിട്ട് യമാന് വില്യംസും നല്ല ഫോമിലാണ്. ഈ ടൂർണമെന്റ് ഏറ്റവും വലിയ ഫോമിൽ തുടർന്ന് ടീം സ്പെയിനാണ്. ലൂയിസ് ഫോണ്ട കോച്ച്. ആ സ്പെയിനാണ് ശക്തമായ ഒരു ടൂർണമെന്റ് ഒരു കളിയിലും പരാജയപ്പെടാതെ ഫോം നഷ്ടപ്പെടാതെ കളിക്കുന്ന ടീം സ്പെയിനാണ്. പിന്നെ നെതർലാൻഡ്സ് അല്ല, പിന്നെ ഇംഗ്ലണ്ട് പറഞ്ഞ ഭാഗ്യം കുറഞ്ഞാലാണ് സൗത്ത് ഗേറ്റ് ആണ് പോലെ കോച്ച്. അവിടെ പിന്നെ പിക്ഫോർഡ് ഗോൾ കീപ്പറൊക്കെ ഉണ്ട്. അവിടെ ശക്തമായ ടീമാണ് ആര് ഈ ബ്രിട്ടൻ ഇംഗ്ലണ്ട്. എന്നാൽ ഭാഗ്യം കുറഞ്ഞ ടീമാണ് ഇംഗ്ലണ്ട്. സ്പെയിന് പിടിച്ച് കട്ടുന്ന കാര്യം പരിങ്ങലായിരിക്കും എനിക്ക് തോന്നുന്നത്. സ്പെയിൻ അസാധ്യമായ ഫോമിലാണ്. നല്ല മൊറാട്ടിയും വില്യംസും എല്ലാവരും നല്ല ഫോമിൽ തന്നെ ഈ പ്രാവശ്യം. അതുപോലെ തന്നെ ഈ ചെക്കനും, അതായത് ജമാൽ, അതായത് ഗോളുകൾ കണ്ടിരുന്നു, അസാധ്യ ഗോളുകൾ. വില്യംസ് പഴയ ടിക്കിറ്റാക്ക സ്റ്റൈലിനൊക്കെ മാറി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കളിയാണ്. പണ്ട് ഇനിയസ്റ്റ അത്ര ഉണ്ടായിരുന്നില്ല അതേ സ്റ്റൈലിൽ. കോച്ച് നല്ല കോച്ചാണ് അവിടെ. ഇംഗ്ലണ്ട് എഴുതി തള്ളണ്ട കേട്ടോ. ഇംഗ്ലണ്ട് നല്ല ഫോമിലാണ്. ഇംഗ്ലണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിലെത്തിയ ടീമാണ്. ഇറ്റലിനോടാണ് ടൈം ബേക്കർ തോൽക്കണത് യൂറോ കപ്പിൽ. അതേമാതിരി ഫൈനൽ തുടർച്ചയായി ഫൈനലിലെത്തി ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ട് ശ്രമിക്കും. നമ്മള് ഹാരി കെയ്ൻ, അതുപോലെ വില്യംസ്, സാക്ക, അവരൊക്കെ നല്ല കളിയാണ്. എല്ലാരും നല്ല. നമുക്ക് ഇംഗ്ലണ്ടിനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. ഒരു കാലത്ത് ബെക്കാമിലൂടെ ലോകത്ത് അറിയപ്പെടുന്ന ടീമായിരുന്നു അത്. ഒരുപാട് ഫാൻസ് ഉള്ള ടീമായിരുന്നു. ഞാൻ പറഞ്ഞ മതി ഭാഗ്യം കുറഞ്ഞ ടീമാണ്. മൈക്കൽ ഓവൻ അങ്ങനെ ഒരുപാട് നല്ല കളിക്കാനുള്ള ടീമായിരുന്നു. പക്ഷെ നമുക്ക് വീണ്ടും കോപ്പയിലോട് തിരിച്ചു വരുമ്പോ നമ്മുടെ അർജന്റീന എന്തായാലും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞെന്നുള്ളൂ. അതെ, അത് നമ്മളിപ്പോ ഈ കളി കണ്ടുകൊടുത്തോളം കാലം ഈ കൊളംബിയയും ഈ അർജന്റീനയായിട്ട് മുട്ടുമ്പോ നമുക്ക് എന്താ വരാൻ പോകുന്നുള്ളത് പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സുബേർ അതിന് ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല. അപ്പൊ സുബേർക്ക, നമ്മളെ അർജന്റീനയെ പൊട്ടിക്കുന്നാണ് നമ്മളെ കൊളംബിയക്കാരായിട്ടുള്ള സംശയം. അഥവാ കൊളംബിയ ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊളംബിയ പൊട്ടിച്ച് ഈ അർജന്റീന പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗമായിട്ട് 10,000 റുപ്യ എനിക്ക് തരും. അതല്ല 10 റുപ്യ തിരിച്ചാണെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചാണെങ്കിൽ സംഭവിക്കണ്ടില്ല. പക്ഷെ അത് തരാം. പക്ഷെ ഇങ്ങോട്ട് തരാനേ ഇങ്ങോട്ട് എനിക്ക് തരേണ്ടി വരും. കാരണം അങ്ങോട്ട് ഞാൻ അതേ തരാം. പക്ഷെ അത് നടക്കോ എന്ന് തോന്നൂല. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ സുബേർക്ക ഒരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് ഹാഫ് തന്നെ അതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഫാനും കൊളംബിയ ആനയാണ്, തേങ്ങയാണ്, ചേമ്പാണ് പറഞ്ഞു നടക്കണ്ട്. ആര് പറഞ്ഞു ഇത്രയും ടീമായിട്ട് കളിക്കാൻ ഇരിക്കണുള്ളൂ. ഫൈനലിൽ മുട്ടാൻ പോവില്ല. കൊളംബിയന്റെ അതാണ് തകർത്തണ്ടില്ലാതെ അവിടെ തടിയും കൊളംബിയന്റെ. അപ്പൊ നിങ്ങൾ പറയും കൊളംബിയ ടീമിൽ ചെയ്ത് പറഞ്ഞ ഞങ്ങൾ ഇത് വരരുത്. അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മളെ ബ്രസീലിന്റെ അവസ്ഥ, ബ്രസീൽ ഫാൻസ് ഒരുപാടുണ്ട്. വിനീഷ്യസിന് സസ്പെൻഡ് കിട്ടിയില്ലേ, അതാണ്. അല്ലെങ്കിൽ ഉറുഗ്വ കളിച്ചിട്ട് ടൈം ബേക്കറല്ലേ കീഴടങ്ങി. ആ ഉറുഗ്വയ്ക്ക് വിനീഷ്യസ് അല്ല സ്ട്രൈക്കറാണ്. വിനീഷ്യസ് ഇല്ലാത്ത ഒരു ക്ഷീണം ചെയ്തതാണ്. പിന്നെ ഈ പിന്നെ ചെറുപ്പക്കാരെ കുണ്ടന്മാരെ വാർത്തെടുക്കുകയാണ്. 26 ലോകകപ്പിലേക്കൊക്കെ സെറ്റായിട്ട് വരും. സെറ്റാവും എന്നാണ് കുറച്ചൊക്കെ സെറ്റ്. കോച്ചിന് മാറ്റം അറിയില്ല. ഇപ്പൊ ജൂനിയർ പറഞ്ഞ കളി കാണല് നമ്മൾ എവിടുന്നാണ്? ഞാൻ വയക്കാട് പോകും. അപ്പൊ നമ്മളെ സമയത്ത് അവിടെ ഉണ്ടാവണം. കീസയില് കുറച്ച് കനം ഞാനൊരു വാക്കാറ്റ ഞാൻ പറഞ്ഞ വാക്യം പാലിക്കും. എന്തായാലും നല്ല കിടിലൻ മത്സരം ആയിരിക്കും. കൈ എളുപ്പം തന്നെ കൊടുക്കാവണോ? അതും ചെയ്യാം. എനിക്ക് സമയമല്ല കൂടുതൽ പറയാൻ. പല ആൾക്കാരും നമ്മള് മാക്കലിസ്റ്ററൊക്കെ കുഴപ്പമില്ലാത്ത കളി കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ സുബേർ ഭായി അപ്പൊ അങ്ങനെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അപ്പൊ കാണാം. ജയിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ കൊടുക്കാൻ പോണേ. അതെ, 10,000 അതിന്റെ മേലാണ് ഞാൻ. അതെ, അതൊരു വിഷയം. ഒരു ഉറുപ്പ്യ തന്നാ മതി. അതെ, അതാണ് ചലഞ്ച്. നമ്മള് മൂപ്പരനെ അർജന്റീന ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. അതാണ് അതെ, അർജന്റീന കളിക്കാർ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരേ സ്വരത്തിൽ. നിർണായക ഘട്ടത്തിൽ 13 നോക്കൌട്ട് മത്സരങ്ങളെ ഒരു കളിച്ചാകെ. അത് 12 മത്സരം, ഒരു ജയം. 2009 കോപ്പയിൽ 2 ഗോളിന് ബ്രസീൽ ഒളിപ്പിക്കുകയാണല്ലോ. അവിടെ തൊട്ട് പിന്നെ കഴിഞ്ഞ കോപ്പയിൽ ബ്രസീലിനെ ഒളിപ്പിച്ചു. അങ്ങനെ 12 മത്സരം നോക്കൌട്ട് മത്സരം പറഞ്ഞു. നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന പതറിയില്ല, പരാജയപ്പെട്ടില്ല.
പണ്ട് അർജന്റീന നോക്കൗട്ടിൽ പതറി ചരിത്രമുണ്ട്. ഇപ്പോൾ ഒരു നോക്കൗട്ട് മത്സരത്തിൽ 13 ജയിച്ചതാണ് അർജന്റീന. അത് മാത്രമല്ല കൊളംബിയനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കോപ്പ കളിക്കുന്ന 1975 പിന്നെ 2001 പിന്നെയാണ് കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് കൊളംബിയ ഫൈനലെത്തുന്നത്. അപ്പോൾ ആ കിരീടം നേടാൻ കൊളംബിയ ശ്രമിക്കും, അത് ഉറപ്പാണ്. എന്നാലും അർജന്റീന അതിജീവിച്ച് ട്രോഫി നേടും തന്നെയാണ് എൻ്റെ വിശ്വാസം. മിലാനോ മാർട്ടിനസ് അല്ലേ, ഒരു രക്ഷയില്ലാത്ത ഗോളിയല്ലേ, ഒരു രക്ഷയില്ല. അർജന്റീന ഈ ട്രോഫികളൊക്കെ നേടിക്കൊടുക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് ഒരു ഇതന്നെ കാവൽ ബടൻ തന്നെയാണ്, ഒന്നും പറയാല്ല. ഒരു ആർക്കും കഴിയില്ല, അസാധ്യ പെർഫോമൻസ് ആണ് ഗോൾ കീപ്പറിൽ. എന്തായാലും സുബൈർക്ക, നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടു, വളരെയധികം സന്തോഷം. നമ്മുടെ കോപ്പ അമേരിക്ക നിങ്ങളുടെ ടീമായിട്ടുള്ള അർജന്റീന ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.